BBC വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. കെ പുരുഷോത്തമൻ ആൻഡ് സൺസ് ഗോൾഡൻ ജുവലറി, ടെലിഫോൺ എക്സ്ചേഞ്ച് ജംഗ്ഷൻ, തൊടുപുഴ. പറയഞ്ചാലിൽ ജ്വല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. ഫോൺ 222401. ഡിസയർ കലരിക്കൽ ബസാർ നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. സ്പെൻഡെക്സ് ഇൻഡസ്ട്രീസ് ഡിസൈനർ ടൈൽസ് നിയർ കണിയാമൊഴി ബ്രിഡ്ജ്, കാഞ്ഞിരമറ്റം, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. മംഗലത്തൊപ്റ്റിക്കൽസ്, പുളിമൂട്ടിൽ പ്ലാസ, പാലാ റോഡ്, തൊടുപുഴ. KG's ജ്വല്ലറി, തൊടുപുഴ, കട്ടപ്പന, അടിമാലി, നെടുങ്കണ്ടം. റോയൽ ദി കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിംഗ് നിയർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, തൊടുപുഴ. ഹെഡ്ജ് വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. പേര് പോലെ തന്നെ ലോൺ ദാന്ന് പറയുമ്പോഴേക്കും കിട്ടും. IDCB വനിതാ ഈസി ലോൺ, വനിതകൾക്ക് മാത്രമുള്ള വായ്പാ പദ്ധതി. കല്യാൺ സിൽക്സ് അവതരിപ്പിക്കുന്നു കോട്ടൺ ക്ലാസിക്സ്. 1000-ൽ പരം നെയ്ത്ത് ഗ്രാമങ്ങളിൽ നിന്നും 100,000-ൽ പരം ഡിസൈനുകളും ഫാഷനും ഒരുമിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോട്ടൺ ഉത്സവം. കല്യാൺ സിൽക്സ് കോട്ടൺ ക്ലാസിക്സ്. 23 വർഷത്തെ സെയിൽസ് ആൻഡ് സർവീസ് തുടർന്നുകൊണ്ട് ഫ്രീസിംഗ് പോയിന്റ്, സിഗ്നൽ ജംഗ്ഷൻ, വെങ്ങല്ലൂർ, തൊടുപുഴ. AC അതിന്റെ വിദഗ്ധരിൽ നിന്ന്. 200 രൂപയുടെ മഹാമേള, ഏതെടുത്താലും 200 രൂപ മാത്രം. പഴയ പുളിമൂട്ടിൽ സിൽക്ക് ഹൗസ് ബിൽഡിംഗ്, ഗാന്ധി സ്ക്വയർ, തൊടുപുഴ. KG's ജ്വല്ലറി, കോട്ടയംകട, കട്ടപ്പന, തൊടുപുഴ, അടിമാലി, നെടുങ്കണ്ടം, ചെറുതോണി. 68 years of service. ഫോർഡ് വാഹനങ്ങളുടെ അംഗീകൃത ഡീലറായ മലയാള ഫോർഡ് 5 വർഷത്തെ സേവന പാരമ്പര്യവുമായി ഇപ്പോഴിതാ തൊടുപുഴയിലും. അത്തിക്കൽ ആർക്കേഡ്, 4 ലൈൻ ബൈപ്പാസ്, തൊടുപുഴ. Materials, sarees, designing, stitching, ladies ranges in all categories. Gayatri Designs, തൊടുപുഴ. നമസ്കാരം, BBC ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്ന് ലോക വനിതാ ദിനം. വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു. വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂടിലേക്ക്. SSLC, +2 പരീക്ഷകൾ ആരംഭിച്ചു. ജില്ലയിൽ 13,000-ഓളം കുട്ടികൾ ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നു. അരിയുടെ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി ആരംഭിച്ച അരിക്കടകൾ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന പോളിയോ കലോത്സവമായ സമന്വയ 2017 വർണ്ണാഭമായ തുടക്കം. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്നം വില്ലേജിൽ ഒറ്റല്ലൂർ കരികിലം തോടിന് കുറുകെ മൈനർ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ മറവിൽ സ്വകാര്യ വ്യക്തി തോട് കയ്യേറി സ്ഥലം കൈവശപ്പെടുത്താൻ നീക്കം നടത്തുന്നതായി സ്ഥലവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. പുളിമൂട്ടിൽ സിൽക്സ്, കോട്ടയം, തൊടുപുഴ, തൃശൂർ, കൊല്ലം. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ വനിതാ നിയന്ത്രണത്തിൽ. സ്റ്റേഷൻ ഹെഡ് ഓഫീസർ മുതൽ വാഹനം ഓടിക്കുന്നതുവരെ വനിതകൾ. സബ് ഇൻസ്പെക്ടർ NN സുശീല, GD ഓഫീസർ TP ബീന, GD ചാർജ് മഞ്ജു തങ്കപ്പൻ, GD അസിസ്റ്റന്റ് കവിത, റൈറ്റർ ഷിജിമോൾ, ഡ്രൈവർ അപർണ, പാറാവ് സലീന MA, റിസപ്ഷൻ ബിന്ദു NC, കനകലത എന്നിവരാണ് വനിതാ ദിനത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷൻ നിയന്ത്രിച്ചത്. സ്റ്റേഷനിലെത്തിയവർക്ക് വനിതാ ദിനത്തിന്റെ ഭാഗമായി മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു. ഇന്ന് 13ഓളം വനിതാ പോലീസുകാർ ഇവിടെ ഉണ്ട്. SHO വനിതയാണ്. ടീം ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ലീഡർ SI ആണ്, വനിതാ SI ആണ്. അതുപോലെ തന്നെ കൺട്രോൾ റൂം ചാർജ് എന്ന വനിത ASIക്കാണ്. അതുപോലെ GD ചാർജ് പാറാവ്, അസിസ്റ്റൻസ് ചെയ്യുന്ന എല്ലാം അടക്കമുള്ളത് വനിതകൾ തന്നെയാണ് ഇന്നത്തെ ദിവസം. വണ്ടി ഓടിക്കാൻ വനിതാ ഡ്രൈവർ തന്നെയാണ് ഒരു അപർണ രാധാകൃഷ്ണൻ. ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ടൊരു അനുഭവമാണ്. ജില്ലയിൽ ഒരു സ്റ്റേഷൻ വനിതാ SHO ഉള്ളതുണ്ട്, പക്ഷേ മൊത്തം വനിതാ ഓഫീസർമാർ മാത്രം ചാർജ് വഹിക്കുന്ന ആദ്യമായിട്ടാണ്.
ഈ പീഡനങ്ങൾ കൂടുതൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, അതായത് ഇന്നിപ്പം നമ്മൾ പത്രത്തിൽ കണ്ടു, അച്ഛൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് പോലും ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടിട്ട് ആ കുട്ടിയുടെ സഹോദരിയും ആത്മഹത്യ ചെയ്തൊരു സംഭവം. അപ്പോൾ ഇതുപോലുള്ള സംഭവം നടക്കുന്നതിനിടയ്ക്ക് വനിതകളുടെ പ്രാതിനിധ്യമാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത്. പുരുഷ പോലീസുകാരോട് തുറന്നു പറയാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വനിതകളോട് പറയുന്നുണ്ട്. മറ്റുള്ളവർ പറയാൻ പറ്റാത്ത കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി ഞാൻ വനിതാ ഹെൽപ്പ് ലൈൻ SI ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഒരുപാട് കുട്ടികൾ തുറന്ന് ഓരോ കാര്യങ്ങൾ പറയാൻ വരികയും അങ്ങനെ ഓരോ കുറ്റകൃത്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയും അത് കേസെടുക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട്. JCI തൊടുപുഴയുടെ വനിതാ വിങ്ങിന്റെ നേതൃത്വത്തിൽ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ വനിതാ വാർഡന്മാരെ ആദരിച്ചു. തൊടുപുഴ പോലീസ് ഇൻസ്പെക്ടർ NG ശ്രീമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. വനിതാ വുമൺ എംപവർമെന്റിനെ സംബന്ധിക്കുന്ന ധാരാളം പ്രോഗ്രാം ഇന്റർനാഷണൽ ലെവലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദിവസം ഡാനി സുഹൃത്തുക്കളുടെ ഓഫീസിൽ വന്നിട്ട് നമ്മുടെ വനിതാ വാർഡന്മാരെ ആദരിക്കാമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമുണ്ട്. കാരണം അവർ പോലീസിന്റെ പ്രതിനിധികളല്ല, വോളണ്ടറിയായിട്ട് ഡെയിലി ബജറ്റിൽ പണിയെടുക്കുന്ന ജോലിക്കാരാണ്. നിങ്ങളുടെ ട്രാഫിക് പോലീസ് നേരിയ ലിസ്റ്റ് എഴുതുന്നതല്ല. വീട്ടിൽ തൊഴിലായ്മ രൂക്ഷമായി അടുക്കുമ്പോൾ വീട്ടിൽ പ്രാരബ്ധങ്ങൾ കാരണം മറ്റ് ജീവിതമാർഗമൊന്നും കിട്ടാത്തതിന്റെ പേരിൽ ഈ ജോലി തെരഞ്ഞെടുത്ത സഹോദരിമാരെന്നാണ്. സാധാരണക്കാരെ ചെന്ന് പോലീസിൽ പുതിയ കഷായം മാറ്റിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയാണ് പോലീസിന്റെ ജനമേഖല പോലീസ് സംവിധാനം. പോലീസിന്റെ ഭാഗമായിട്ടുള്ള ജനമൈത്രി. അതിന് ഭാഗമായി നമ്മളിപ്പോൾ നമ്മുടെ ഏറ്റവും വിലമുണ്ടായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് വിമൻ എംപവർമെന്റ്. എന്തായാലും ഞങ്ങളുടെ ഒരു ഭാഗ്യം കൊണ്ട് ഞങ്ങളുടെ സൗത്ത് സോൺ ADGP ആയിട്ട് ചാർജ് ചെയ്യുന്നത് വളരെ പോസിറ്റീവായിട്ട് വളരെ താല്പര്യത്തോടുകൂടി സ്ത്രീകളെ സ്ത്രീ ശാക്തീകരണം. വനിതാ വിഭാഗം പ്രസിഡന്റ് ബ്രീഡി ഷെറിച്ച് അധ്യക്ഷത വഹിച്ചു. ഡാനി എബ്രഹാം, ജോസഫ് ജെയിംസ് എന്നിവർ നേതൃത്വം നൽകി. ധന്യവാദ് സല്യൂട്ട് ദി സൈലന്റ് വർക്കർ എന്ന പേരിലായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വനിതാ ദിനം സംഘടിപ്പിച്ചു. വനിതാ ദിനത്തിന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ P. പ്രകാശൻ നിർവഹിച്ചു. ഈ വനിതാ ദിനത്തിലേക്ക് പ്രത്യേകം പറയാനുള്ളത്, പ്രശ്നങ്ങൾക്ക് പ്രതികരിക്കാൻ മറന്നു പോകരുത്. പ്രശ്നങ്ങളെ കണ്ടാലും ചൂഷണങ്ങളെ കണ്ടാലും എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നങ്ങൾക്കെതിരെ പ്രതികരിച്ച് ശക്തമായി മുന്നോട്ട് നീങ്ങാൻ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ സ്ത്രീജനങ്ങൾക്കും കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ലോകമെമ്പാടും ആദരിക്കപ്പെടുകയാണ്. രണ്ട് കൈയടിച്ചാൽ ഒച്ച കേൾക്കുകയുള്ളൂ, ഒരു കൈയടിച്ചാൽ ഒച്ച കേൾക്കുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അതെന്തും നമ്മുടെ ഭാവി ജീവിതത്തിൽ ഈ കൈയടി ഒന്ന് നിലനിർത്തിക്കൊണ്ടുപോയാൽ നമ്മുടെ കുടുംബ ജീവിതം ഭദ്രമാകുമെന്നാണ് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഓർമ്മിക്കണം, രണ്ട് കൈയടിച്ചാൽ ഒച്ച കേൾക്കുകയുള്ളൂ, ഒരു കൈയടിച്ചാൽ ഒച്ച കേൾക്കുകയില്ല. അനുദിനം കുടുംബ ജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ കുടുംബത്തിന്റെയും ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി സീതാലിം കൺവീനർ ഡോക്ടർ KN ആശാമോൾ മുഖ്യപ്രഭാഷണം നടത്തി. മുട്ടം ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡായ കോടതി വാർഡിലെ ഏറ്റവും പ്രായം ചെന്ന വനിതയായ അറക്കൽ ലക്ഷ്മി അയ്യപ്പനെയും കോളേജിലെ ഏറ്റവും പ്രായം ചെന്ന വനിതാ ജീവനക്കാരിയായ ത്രേസ്യാമ്മയെയും ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു. പഞ്ചായത്ത് മെമ്പർ ഔസേപ്പച്ചൻ ചാരക്കുന്നത്ത്, സെലിൻ ഭാസ്കർ,
ഫരീദ് അസ്കർ, സജീന കെ പൗലോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് തൊടുപുഴ ചാഴികാട് ഹോസ്പിറ്റലിൽ വനിതാ ദിനം ആചരിച്ചു. ചാഴികാട് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ പ്രൊഫസർ എലിസബത്ത് സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. അഡ്മിനിസ്ട്രേറ്റർ മോളി ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. വനിതകളിൽ ആരോഗ്യ അവബോധമുണർത്തുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ മീന സോമനും സ്ത്രീ ശാക്തീകരണം എന്ന വിഷയത്തിൽ സിസിലിയമ്മ പെരുമനാനിയും സന്ദേശം നൽകി. ഡോക്ടർ സംഗീത, ഡോക്ടർ അനില എന്നിവരുടെ നേതൃത്വത്തിൽ വനിതകൾക്കായി ഹെൽത്ത് ചെക്കപ്പും നടന്നു. നഴ്സിംഗ് സൂപ്രണ്ട് ഷിനി തോമസ്, ആൽഫിൻ ടി മാത്യു എന്നിവർ നേതൃത്വം നൽകി. അതിനകത്ത് നല്ല വിരിഞ്ഞു വരാറായ ഒരു മുട്ട കണ്ട് അവനൊരു കൗതുകം തോന്നി. ഇതിനെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ആ കോഴിക്കൂട്ടിനകത്ത് കോഴി അടയിരിക്കുന്ന മുട്ടയുടെ കൂടെ വയ്ക്കാമോ, അങ്ങനെ വെച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞ് മുട്ട വിരിഞ്ഞു. മറ്റു കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഈ ഈഗിളിന്റെ കുഞ്ഞും വളർന്നു. അമ്മയ്ക്ക് മനസ്സിലായ അല്പം വ്യത്യാസമുണ്ടല്ലേ കുഞ്ഞിന്, എങ്കിലും അവൾ സ്വന്തം കോഴിക്കുഞ്ഞുങ്ങളെ പോലെ തന്നെ ഇതിനെ വളർത്തിക്കൊണ്ടുപോയി. അങ്ങനെ അവൾ സ്വയം ചിന്തിച്ചു, ഞാനൊരു കോഴിക്കുഞ്ഞാണ്, അല്ലാതെ ഒരു ഈഗിളിന്റെ കുഞ്ഞാണെന്ന് അവൾ മനസ്സിലാക്കില്ല. അങ്ങനെ ഇവരിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വലിയ ഈഗിള് പറന്ന് ചിറകടിച്ച് പറന്ന് താഴ്ന്നിറങ്ങി വരുന്നുണ്ടപ്പോൾ അവൾക്ക് തോന്നി, എനിക്കും ഇങ്ങനെ പറക്കാൻ സാധിച്ചിട്ടിരിക്കുന്നു. കാരണം അവിടെയുള്ള ആ ഈഗിളിന്റെ കഴിവ് അവൾ ഒരിക്കലും മനസ്സിലാക്കുന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മളിലുള്ള കഴിവ് നമ്മളെ പ്രോത്സാഹിപ്പിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് അതിനുള്ള സ്വാതന്ത്ര്യം തരുമ്പോഴും മാത്രമേ അത് പുറത്തേക്ക് വരുള്ളൂ. പലപ്പോഴും അമ്മമാർ തന്നെ ഇതിനകത്ത് ചെറിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ജോയിന്റ് കൌൺസിൽ വനിതാ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ മിനി സിവിൽ സ്റ്റേഷനിലെ വനിതാ ജീവനക്കാർ വനിതാ ഐക്യമാല സംഘടിപ്പിച്ചു. വനിതാ കമ്മിറ്റി ജില്ലാ പ്രസിഡന്റ് VS ജ്യോതി അധ്യക്ഷത വഹിച്ചു. വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി VR ബീനാമോൾ വനിതാ ദിന സന്ദേശം നൽകി. B സുധർമ്മ, ജാൻസി ജോൺ എന്നിവരും പങ്കെടുത്തു. നമ്മുടെ സമൂഹത്തിലുള്ള സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി അതിന്റെ തുടർ നടപടികളെ കുറിച്ച് ആലോചിക്കുകയും സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ ശക്തമായി പ്രതിഷേധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഈ വനിതാ ദിനത്തിൽ എല്ലാ വനിതാ സഭകൾക്കും എന്റെ വനിതാ ദിനാശംസകൾ. ലോക വനിതാ ദിനം ആചരിക്കുമ്പോൾ കുമാരമംഗലം പെരുമാങ്കണ്ടത്ത് മനയത്തുമാരിൽ ലില്ലി മത്തായിയുടെ അധ്വാനമാണ് ഇവരെ മറ്റു വനിതകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. 65 വയസ്സ് പ്രായമുള്ള ഇവർക്ക് ഭർത്താവും കുട്ടികളും സഹായത്തിന് പോലും ആരുമില്ല. ഉപജീവന മാർഗമായി ഇവർ കണ്ടെത്തിയത് ഒരു ചായക്കടയാണ്. നാടൻ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി വിൽപ്പന നടത്തിയാണ് ഇവർ ജീവിക്കുന്നത്. സ്ത്രീ ശാക്തീകരണം എന്ന പേരിൽ സർക്കാർ കൊട്ടിഘോഷങ്ങൾ നടത്തുമ്പോൾ കിടന്നുറങ്ങാൻ ഒരു വീട് പോലും ഇല്ലാത്ത ഇവരുടെ ആശ്രയം ഈ ചെറിയ ചായക്കട മാത്രം. ഇവിടെ തന്നെയാണ് ഇവരുടെ അന്തിയുറക്കവും. പിള്ളേരോ ഭർത്താവോ ഒന്നുമില്ല. കൂടി ഇച്ചിരി ഉണ്ടാക്കി ചായയും കൊടുത്ത് ഞാൻ ജീവിക്കണേ. എനിക്ക് കിടക്കാൻ ഇടവില്ല. ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെ സഹായം കൊണ്ട് ഞാൻ ജീവിച്ചു. പല പ്രാവശ്യവും ഞാൻ പഞ്ചായത്തിൽ അപേക്ഷ വെച്ചു, ഇതുവരെയും സാധിച്ചിട്ടില്ല. ഇപ്പൊ ഈ കടയാണ് എന്റെ ആശ്രയം. ഞാനിവിടെ തന്നെയാണ് കിടക്കണത്. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വനിതകളെ ഉണരൂ എന്ന ആഹ്വാനവുമായി തൊമ്മൻകുത്ത് ജോയി രചിച്ച കവിത സ്വതസിദ്ധമായ ശൈലിയിൽ ജോയി തന്നെ ആലപിക്കുന്നു. യുവത്വത്തിലാഞ്ഞു പതിക്കുന്ന ചാട്ടവാറൊലി കേട്ടു കരുണ തൻ കടലായി വന്നു. ഉത്തരീയം കൊണ്ട് മുൾക്കിരീടത്തിന്റെ ഇടയിലൂടൊഴുകുന്ന നിണവും വിയർപ്പും സന്നാഹ നടുവിൽ നിന്നൊപ്പിയെടുത്ത് പിടിച്ചെത്ര നേരം കരഞ്ഞിരിക്കാം. പ്രണയപ്രാണൻ തന്റെ രൂപം തെളിച്ചിട്ട കൊച്ചു തൂവാലയിൽ കണ്ണീർ പൊഴിച്ചെന്ന് വേറൊന്നിക്കാം. മാറിലും തുടയിലും തല്ലിത്തെറിച്ചെത്തി പതറാതെ നടരാജ ചുവടുകൾ വെച്ചവൾ, മുടിയടിച്ചാടും അരാജകത്വങ്ങളെ ചാമ്പലിൻ പൂനയിൽ തട്ടിത്തെറിച്ചവൾ, കലവറകൾ തട്ടിത്തെറിപ്പിച്ചവരുടെ അമൃതത്തിൽ വെണ്ണീർ വാരിച്ചൊരിഞ്ഞവൾ, ജയിലറയും കഴുമരവും തട്ടി തകർത്തവൾ, ഭർത്തൃ നാശത്താൽ മനം നൊന്ത കണ്ണകി. ഇന്നിന്റെ വനിതേ പ്രബുദ്ധയാകാതെ നീ സാക്ഷീകരിക്കാതെ കൈനീട്ടി വാങ്ങിയ അനുപാതമുണ്ടെന്നുറങ്ങു കല്ലേ.
അനുതാപ സ്വപ്നങ്ങൾ കാണുകല്ലേ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിൽ വ്യത്യസ്തമായ സന്ദേശവുമായി മുൻ അധ്യാപിക KN ഗീതാകുമാരി. എല്ലാ രംഗത്തും സ്ത്രീകൾക്ക് തുല്യത നൽകുന്ന ഒരു വിദ്യാഭ്യാസ വീക്ഷണം നമുക്കുണ്ടാവണം, ഒരു സാമൂഹ്യ മനസ്ഥിതി നമുക്കുണ്ടാകണം, ഒരു രാഷ്ട്രീയ സംവിധാനം നമുക്കുണ്ടാവണം. ഇന്ന് പഞ്ചായത്തുകളും അതുപോലെയുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൊക്കെ സ്ത്രീകൾ ധാരാളമായി കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർക്ക് പോലും ഈ ഒരു അപകർഷത ഉള്ളിൽ കിടക്കുകയാണ്. ഞാനൊരു പെണ്ണാണ്, ഞാനൊരു സ്ത്രീയാണ്, എന്തൊക്കെയോ കുറവുകൾ എനിക്കുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ട്. അത് മാറ്റിയെടുത്തുകൊണ്ട് ഏത് രംഗത്തും നല്ലൊരളവിൽ അവൾക്കും വിദ്യാഭ്യാസം നൽകണം. വീട് ഭരിക്കാൻ അറിയാം, നാട് ഭരിക്കാൻ അറിയാം, നാട്ടിൽ എല്ലാ കാര്യങ്ങളിലും സമർത്ഥയാകുമെന്ന് കവയിത്രി തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ മനു പറഞ്ഞിരിക്കുന്നതനുസരിച്ച് സ്ത്രീകളെ ആദരിക്കാനും ബഹുമാനിക്കാനും അവർ എല്ലാ കർമ്മങ്ങളിലും, പുരുഷന്മാരനുഷ്ഠിക്കുന്ന എല്ലാ കർമ്മങ്ങളിലും സഹജീവിയായിട്ടും സഹപങ്കാളിത്തം അനുഭവിക്കാൻ യോഗ്യതയുള്ളവളായിട്ടും സ്ത്രീയെ കണക്കാക്കിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ഭരണ പരിഷ്കാരങ്ങൾ കേരളത്തിൽ അടിയന്തരമായി ഉണ്ടായെങ്കിൽ മാത്രമേ ഈ വനിതാ ദിനം ആഘോഷിക്കുന്നതിന് നമുക്ക് പൂർണ്ണ സംതൃപ്തി ലഭിക്കുകയുള്ളൂ. അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ ഭാഗമായി കുമാരമംഗലം ഗ്രാമപഞ്ചായത്തിൽ ആശ്രയ ഗുണഭോക്താക്കൾക്ക് വസ്ത്ര വിതരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാർ പഴേരി ഉദ്ഘാടനം ചെയ്തു. താല്പര്യം കാണിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം ഒരു വലിയ പ്രസക്തിയുള്ള ചോദ്യം തന്നെയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. മാർച്ച് 8 വനിതാ ദിനം നമ്മളിലൂടെ ഇന്ന് കടന്നു പോകുമ്പോൾ അതിന് വിപരീതമായി നമ്മൾ വളരെ സജീവമായ കൂടിയാലോചനകൾക്ക് ശേഷം ഇന്ന് ഇങ്ങനെയൊരു നല്ല പരിപാടി സംഘടിപ്പിക്കുമ്പോൾ നമുക്കറിയാം, സ്വാഗത ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒരു ഭാഗത്തും ഭരണ, ഉദ്യോഗ, കല, കായിക മേഖലകളിലെല്ലാം നമ്മുടെ നാട്ടിലെ സ്ത്രീജനങ്ങൾ മികവ് പുലർത്തുമ്പോഴും പെരുമ്പാവൂരും അങ്കമാലിയും ഇപ്പോൾ ഇന്നലകളിലും ഇന്നുമൊക്കെയായി നമ്മൾ പത്ര, ദൃശ്യ, ശ്രവ്യ മാധ്യമങ്ങളിലൂടെ വായിച്ചുകൊണ്ടിരിക്കുന്ന നീചമായ അല്ലെങ്കിൽ നമുക്ക് ലജ്ജ തോന്നുന്ന രീതിയിലുള്ള വാർത്തകളുമൊക്കെ നമ്മുടെ കൺമുന്നിലാണ് നടക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും ഉണ്ടായാൽ നമ്മുടെ നാട്ടിലെങ്കിലും സ്വാഗത ക്ലാസിംഗ് പറഞ്ഞതുപോലെ ഇതേപോലെയുള്ള നമുക്കെതിരെയുള്ള ഭീഷണികൾ ഒരു പരിധിവരെ ഒഴിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഈ വിശ്വാസം. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബെന്നി ഫ്രാൻസിസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സിനോ ജോസ്, KV ജോസ്, ലിൻഡ സിബിൻ, ഷെമീന നാസർ, ചിന്നമ്മ സോജൻ, ബിനു ശിവശങ്കരൻ, ജെയിംസ് ചാക്കോ, ഉഷ രാജശേഖരൻ, KG സിന്ധുകുമാർ, മഞ്ജു പരമേശ്വരൻ, OP സിജു എന്നിവർ ആശംസകൾ അർപ്പിച്ചു. സെക്രട്ടറി ജയരാജ് M നായർ സ്വാഗതവും സാക്ഷരതാ പ്രേരക് സുഹറ നന്ദിയും പറഞ്ഞു. വസ്ത്ര വിതരണത്തിന് ശേഷം വിജിലൻസ് ആൻഡ് കറപ്ഷൻ വിഭാഗം അഴിമതിക്കെതിരെ വനിതകൾ എങ്ങനെ പ്രതികരിക്കണം എന്ന വിഷയത്തിൽ ക്ലാസ് എടുത്തു. ഇടുക്കി ജില്ലാ ലൈബ്രറി കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ നവോത്ഥാന സെമിനാർ സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്ക് യഥാർത്ഥമായ എല്ലാ അർത്ഥത്തിലുമുള്ള ഒരു നവോത്ഥാനം ഉണ്ടായി എന്നതാണ്. എന്താ നവോത്ഥാനത്തിന്റെ അർത്ഥം? നവോത്ഥാനത്തിന് സാധാരണ ലോക സന്ദർഭത്തിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം പഴയ ഏതോ ചില നന്മകളെ വീണ്ടെടുക്കൽ എന്നാണ്. പക്ഷെ നമ്മുടെ നവോത്ഥാനം ഒരിക്കലും പഴയ ഒന്നിനെയും വീണ്ടെടുത്തതല്ല. പുതിയ ഒരുപാട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നടപ്പാക്കുകയും ചെയ്തതാണ് നമ്മുടെ നവോത്ഥാനം. അപ്പൊ യൂറോപ്പിൽ 16 17 നൂറ്റാണ്ടുകളിലും നടന്നു എന്ന് പറയുന്ന നവോത്ഥാനവും നമ്മുടെ നവോത്ഥാനവും തമ്മിൽ യഥാർത്ഥത്തിൽ സ്വഭാവത്തിൽ ബന്ധമൊന്നുമില്ല. നമ്മൾ തീർത്തും പുതിയ സംഗതിയാണ്. നമ്മുടെ നവോത്ഥാന നായകന്മാരെല്ലാം പറഞ്ഞത് ഇപ്പൊ നിലവിലുള്ള അവസ്ഥ മാറണം, പുതിയൊരു സ്ഥിതി വരണമെന്നാണ്. പുതിയ അവസ്ഥയുടെ താത്വികമായ പിൻബലം, ചരിത്രപരമായ പിൻബലം എല്ലാം പുതിയ ആശയങ്ങളാണ്, പുതിയ ജീവിത സാഹചര്യങ്ങളാണ്, പുതിയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണ്, പുതിയ സാമൂഹ്യ ആവശ്യങ്ങളാണ്. പുതിയ സാമൂഹ്യ ആവശ്യങ്ങൾ എങ്ങനെയാണ് കേരളത്തിൽ പഴയ സാമൂഹ്യ ബന്ധങ്ങൾക്ക് മാറ്റം വരണം എന്ന നിലനിന്നത്? പഴയ സാമൂഹ്യ ബന്ധം എന്താ? ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥിതി എന്ന് EMS വിളിച്ചാൽ ഇതിലും നല്ലൊരു പേര് ഒരു സാമൂഹ്യ ശാസ്ത്രജ്ഞനും നമ്മുടെ പഴയ സാമൂഹ്യ വ്യവസ്ഥയെ വിവരിക്കാൻ കിട്ടിയിട്ടില്ല.
സംഘാടക സമിതി ചെയർമാൻ KM ബാബു അധ്യക്ഷത വഹിച്ചു. നവകേരളം പുതിയ വഴികൾ എന്ന വിഷയത്തിൽ KN കുഞ്ഞഹമ്മദ്, ശ്രീജിത്ത് അരിയനല്ലൂർ, ജോസ് കോനാട്ട് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് R തിലകൻ, സെക്രട്ടറി EG സത്യൻ, മത്തച്ചൻ പൊരയ്ക്കൽ, N രവീന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. തൊടുപുഴ ഡയറ്റ് ലാബ് UP സ്കൂളിന്റെ 190ാം വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും വെള്ളിയാഴ്ച നടത്തുമെന്ന് ഡയറ്റ് പ്രിൻസിപ്പൽ KK സോമൻ, HM ഇൻചാർജ് CS ഷാലിമോൾ, PTA പ്രസിഡന്റ് ഷാജി മൂഞ്ഞാട്ട്, പൂർവ്വ വിദ്യാർത്ഥി സെയ്ദ് മുഹമ്മദ് എന്നിവർ അറിയിച്ചു. പൊതുസമ്മേളനം തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സഫിയ ജബ്ബാർ നിർവഹിക്കും. നഗരസഭാ കൗൺസിലർമാർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തൊടുപുഴ നഗരത്തെ ക്ലീൻ സിറ്റിയാക്കി മാറ്റുവാൻ ഊർജിത ശ്രമം നടന്നുവരുമ്പോൾ നഗരഹൃദയത്തിൽ മാലിന്യങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ. ഗാന്ധി സ്ക്വയറിൽ പഴയ ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കിയ ഭാഗത്താണ് മാലിന്യങ്ങൾ കിടക്കുന്നത്. കാക്ക ഉൾപ്പെടെയുള്ള പക്ഷിമൃഗാദികൾ ഇവ കൊത്തിവലിക്കുന്ന അവസ്ഥയാണ്. ഇവിടുത്തെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് പരിസരം വൃത്തിയാക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിന്റെ അരിക്കട തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിൽ പ്രവർത്തനം തുടങ്ങി. അരിക്കടയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ടോമി കാവാലം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് നിത്യവ്യവസായങ്ങൾക്ക് പ്രത്യേകിച്ച് അരിയുടെ വില ക്രമാതീതമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാന ഗവൺമെൻറ് അരിവില പിടിച്ചു നിർത്തുവാൻ വേണ്ടിയിട്ട് സംസ്ഥാനത്താകമാനം ഏതാണ്ട് 500-600 അരിക്കടകൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ബാങ്കിലും ഇന്ന് അരിയുടെ വിതരണ പരിപാടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ 25 രൂപ വിലയ്ക്ക് 5 കിലോ അരിയാണ് നമുക്ക് ഇപ്പോൾ ആഴ്ചയിൽ കൊടുക്കാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ പ്രയോജനം ആളുകൾ പ്രയോജനപ്പെടുത്തണം എന്ന ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത്. വൈസ് പ്രസിഡന്റ് ഷമ്മി ഈപ്പച്ചൻ, സെക്രട്ടറി ഇൻചാർജ് VT ബൈജു, അസിസ്റ്റന്റ് സെക്രട്ടറി വിജി മാത്യൂസ്, ഭരണസമിതി അംഗങ്ങൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. അരിയുടെ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി ആരംഭിച്ച അരിക്കടയുടെ ഉദ്ഘാടനം തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിൽ ആരംഭിച്ചു. 25 രൂപയ്ക്കാണ് അരി വിതരണം ചെയ്യുന്നത്. ആഴ്ചയിൽ 5 കിലോ വീതം കാർഡ് 1 എന്ന രീതിയിലാണ് വിതരണം. തൊടുപുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KM ബാബു ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കളെ, നാട്ടുകാരെ, കേരള ഗവൺമെന്റ് വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡിനെയും അതുപോലെ തന്നെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അരിക്കടകൾ ആരംഭിച്ച് കുറഞ്ഞ വിലയ്ക്ക് അരി വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് തൊടുപുഴ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ അരിക്കട ആരംഭിച്ച് അരി വിതരണം ആരംഭിക്കുന്നത്. ഇവിടെ BPL രേഖയും അതുപോലെ തന്നെ APL രേഖയും എല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ രാജ്യത്ത് ആഗോളവൽക്കരണ, ഉദാരവൽക്കരണ നയങ്ങൾ നടപ്പാക്കപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ്. ഇങ്ങനെ നടപ്പാക്കപ്പെട്ട നയത്തിൻ്റെ ഭാഗമായി BPL രേഖയ്ക്ക് താഴെയുള്ളവരുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഏതാണ്ട് 60 ലക്ഷം കാർഡ് ഉടമകൾ BPL രേഖയ്ക്ക് താഴെ ഉണ്ടായിരുന്ന കേരള സംസ്ഥാനത്ത് പുതിയ നിബന്ധനകൾ അടിച്ചേൽപ്പിക്കപ്പെട്ടതിനെ തുടർന്ന് അത് 24 ലക്ഷം റേഷൻ കാർഡ് ഉടമകൾ മാത്രമായി കുറയുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ നിലയിൽ നമ്മുടെ രാജ്യത്ത് വരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് പ്രത്യേക നിബന്ധനകൾ അടിച്ചേൽപ്പിച്ച് BPL രേഖയ്ക്ക് താഴെയുള്ളവരെ അതിന് മുകളിലാക്കി APL വിഭാഗത്തിൽപ്പെടുത്തിയതിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യത്തിൻ്റെ വിഹിതം വെട്ടിക്കുറയ്ക്കുവാനുള്ള നിലപാട് സ്വീകരിച്ചത്. അരിയുടെ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി ആരംഭിച്ച അരിക്കടയുടെ ഉദ്ഘാടനം തൊടുപുഴ ടൗൺ സർവീസ് സഹകരണ ബാങ്കിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് K ദീപക് ഉദ്ഘാടനം നിർവഹിച്ചു. ബാങ്ക് ജീവനക്കാർ, സഹകാരികൾ, ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഭയങ്കരമായി കുതിച്ചുയർന്ന അരിവില പിടിച്ചു നിർത്തുന്നതിൻ്റെ ഭാഗമായി കേരളത്തിലെ സർക്കാർ സഹകരണ മേഖലയിൽ കുറഞ്ഞ നിരക്കിൽ അരി വിതരണം ചെയ്യുന്നതിനുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ഏതാണ്ട് 50 രൂപയോളം വരെ കുത്തരിക്ക് എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ 25 രൂപ നിരക്കിൽ ബാങ്ക് വഴി കുത്തരി നൽകുന്ന പദ്ധതി ഇന്നു മുതൽ ഇവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ കുറഞ്ഞ നിരക്കിൽ അരി നൽകുമ്പോൾ
ചെറിയൊരു നഷ്ടം അതത് സഹകരണ ബാങ്കുകളും സഹിച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. എന്തായാലും ഈ അരി വിതരണം വളരെ കുതിച്ചുയരുന്ന ഈ വില വർധനവിൽ ഒരു പരിധിവരെ സാധാരണക്കാർക്ക് വളരെ പ്രയോജനം ചെയ്യും എന്നാണ് കരുതുന്നത്. എല്ലാവരും ഇതുമായി സഹകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുന്നത്. SSLC പരീക്ഷയ്ക്ക് തുടക്കമായി. ബുധനാഴ്ച മുതൽ 27-ാം തീയതി വരെയാണ് പരീക്ഷകൾ നടക്കുന്നത്. ജില്ലയിൽ 13,000-ഓളം കുട്ടികൾ ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നുണ്ട്. ഇന്ന് SSLC പരീക്ഷ ആരംഭിക്കുകയാണ്. തൊടുപുഴ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ 20 കുട്ടികൾ പരീക്ഷ എഴുതുന്നു. പരീക്ഷയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞു. കുട്ടികൾ എല്ലാവരും ഈ സമയത്ത് എത്തിക്കഴിഞ്ഞു. അവരെ നന്നായി ഒരുങ്ങിയിട്ടുണ്ട്. നന്നായി മറ്റേ ഇൻവിജിലേറ്റേഴ്സ്, അതുപോലെ ഡെപ്യൂട്ടി സൂപ്രണ്ട്, ഇങ്ങനെയുള്ള എല്ലാവരും സ്കൂളിൽ എത്തിക്കഴിഞ്ഞു. പരീക്ഷ ഉടൻ തന്നെ കൃത്യം 1:30-ക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുപോലെ പഠിച്ചതാണല്ലേ. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ പോയിന്റ്സ് കാണും, നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് കിട്ടും. എഴുതരും കേട്ടോ. നിങ്ങൾക്ക് ടീച്ചറുണ്ട്. പരീക്ഷ എത്ര എപ്പോഴാണ് തീരുന്നത്? 3 ഹോൾ ടിക്കറ്റ് എടുക്കണം. സംസ്ഥാന പോളി കലോത്സവമായ സമന്വയ 2017 വർണ്ണാഭമായി തുടക്കം. സിനിമാ താരം ടൊവിനോ തോമസും സംഘവുമാണ് സംസ്ഥാന പോളിടെക്നിക് കലോത്സവം സമന്വയ 2017 ഉദ്ഘാടനം വർണ്ണാഭമാക്കിയത്. തോമസിനെ കൂടാതെ സിനിമയിലെ വില്ലനായി അഭിനയിച്ച രൂപേഷ് പീതാംബരൻ, സുഭാഷ്, മേഘ, വിനോദ്, ജാഫർ ഇടുക്കി, നിർമ്മാതാവ് ലിബോ തോമസ്, സംഗീത സംവിധായകൻ മണികണ്ഠൻ എന്നിവരാണ് വിദ്യാർത്ഥികൾക്ക് ആവേശമായത്. ജോയ്സ് ജോർജ് MP കലോത്സവം ഉദ്ഘാടനം ചെയ്തു. കഴിവ് പ്രകടിപ്പിക്കാനും അംഗീകാരം നേടാനും വേണ്ടിയാണ് കലാകാരന്മാർ മത്സരിക്കേണ്ടതെന്ന് അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്റർപോളി യൂണിയൻ ചെയർപേഴ്സൺ KT സുഹൈല അധ്യക്ഷയായി. 11 വരെ തുടരുന്ന കലോത്സവത്തിൽ സംസ്ഥാനത്തെ 74 പോളിടെക്നിക് കോളേജുകളിൽ നിന്നായി 6000-ഓളം കലാപ്രതിഭകൾ മാറ്റിരിക്കും. ഈ വലിയ മാമാകം ഇവിടെ അരങ്ങേറുമ്പോൾ, നിങ്ങൾ ഓരോരുത്തരും വാശിയോടുകൂടി മത്സരിക്കുമ്പോൾ, നിങ്ങളുടെ സർഗവാസനകളെയാകെ കഴിവുകളെയാകെ ഇവിടെ മത്സരിപ്പിച്ച് പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായും ഞങ്ങളൊക്കെ കാത്തിരിക്കുകയാണ്. നിങ്ങളിൽ നിന്നും നാളെ ലോകമറിയുന്ന കലാകാരന്മാരുണ്ടാകാൻ, ലോകമറിയുന്ന സാഹിത്യകാരന്മാരുണ്ടാകാൻ, ലോകമറിയുന്ന സിനിമാ പ്രവർത്തകരുണ്ടാകാൻ, നടന്മാരായി, നടിമാരായി, നായകന്മാരായി, സഹനടന്മാരായി, സംവിധായകരായി, ചലച്ചിത്ര പ്രവർത്തകരായി നിങ്ങളിൽ നിന്നൊക്കെ ഓരോരുത്തരും രൂപപ്പെട്ടു വരാൻ ഈ കലാവേദി നിങ്ങളെ അതിന് സഹായിക്കട്ടെ എന്ന് മാത്രം ഈ അവസരം പറയുകയാണ്. സമന്വയ 2017 ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ്. കരിങ്കുന്നം വില്ലേജിൽ ഒറ്റല്ലൂർ കരികിലം തോടിനു കുറുകെ മൈനർ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ മറവിൽ സ്വകാര്യ വ്യക്തി തോട് കയ്യേറി സ്ഥലം കൈവശപ്പെടുത്താൻ നീക്കം നടത്തുന്നതായി സ്ഥലവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. മൈനർ ഇറിഗേഷൻ വകുപ്പിലെയും പഞ്ചായത്തിലെയും ചില ഉദ്യോഗസ്ഥരും കരാറ് കാരണം ചില രാഷ്ട്രീയ നേതാക്കളുടെ ഒത്താശയോടെ കരിങ്കൽക്കെട്ട് നിർമ്മിച്ച് തോടിന്റെ ഗതി മാറി മണ്ണിടിച്ചു നിരത്തി സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തോട് ഭൂമി കൂട്ടിച്ചേർക്കുന്നു. സെന്റിന് ലക്ഷങ്ങൾ വിലയുള്ള 30 സെന്റോളം ഭൂമിയാണ് ഇത്തരത്തിൽ കയ്യേറുന്നത്. 23 മീറ്റർ വീതിയുള്ള തോട് പുറംപോക്കിന്റെ 18 മീറ്ററും കയ്യേറി കഴിഞ്ഞു. കരിങ്കുന്നം വില്ലേജ് ഓഫീസർ തൊടുപുഴ തഹസിൽദാർക്ക് നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നും ഇവർ ആരോപിച്ചു. വാർത്താ സമ്മേളനത്തിൽ ഷാജി മാത്യു, ബാബു, TK ദാമോദരൻ, പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു.
ഒരു ചെറിയ പുഴ. ആ പുഴയുമായി ബന്ധപ്പെട്ട് കുടിവെള്ളത്തിനെന്ന വ്യാജേന നിർമ്മിക്കുന്ന ചെക്ക് ഡാം. ആ ചെക്ക് ഡാമിൻ്റെ മറവിൽ ഏതാണ്ട് 30 സെൻറ്റോളം സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈകയറുന്നതിന് വേണ്ടി മൈനർ ഇറിഗേഷൻ വലിയ ഒരു 40 മീറ്റർ നീളത്തിലും 10 അടി ഉയരത്തിലുള്ള ഒരു വലിയ മതിൽ നിർമ്മിച്ചിരിക്കുകയാണ്. മതിൽ നിർമ്മിച്ച് മണ്ണടിച്ച് ഫില്ല് ചെയ്ത് സ്ഥലം ഈ തോടിൻ്റെ ഗതി മാറ്റി ഇപ്പോൾ സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയോട് ചേർത്തിരിക്കുകയാണ്. ഇതുമൂലം ഞങ്ങളുടെ ഒരു പ്രശ്നം, ഞങ്ങളുടെ ഒരു വീടുകളിലെല്ലാം അതിൻ്റെ 8ഓളം വീടുകൾ ഇതിൻ്റെ KSCM നിയോജക മണ്ഡലം സെക്രട്ടറി ജിബിൻ മാമച്ചനെ SFI പ്രവർത്തകർ ന്യൂമാൻ കോളേജിൽ വെച്ച് മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് കോളേജിൽ പ്രതിഷേധ പ്രകടനം നടത്തി. അക്രമികൾക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പ്രവർത്തകർ പ്രിൻസിപ്പലിന് പരാതി നൽകി. നടപടി ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് KSCM ഭാരവാഹികൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി തോമസ് സെബാസ്റ്റ്യൻ, നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രഫുൽ ഫ്രാൻസിസ്, ജോസ് കുട്ടി ജോണി, സെബൻ ജോർജ്, ടോണി ടോം എന്നിവർ പ്രസംഗിച്ചു. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് കണ്ണൂരിൽ നടന്ന 57ാമത് സ്കൂൾ കലോത്സവ ജേതാക്കളായ കുട്ടികളെ തൊടുപുഴ ക്ഷേത്ര കലാസ്വാദക സമിതിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു. സമിതി പ്രസിഡന്റ് KG ബാബു, ക്ഷേത്ര ഭരണ സമിതി പ്രസിഡന്റ് TS രാജൻ, വൈസ് പ്രസിഡന്റ് അനിൽ, നഗരസഭാ കൌൺസിലർമാരായ രേണുക രാജശേഖരൻ, അരുണിമ ധനേഷ് തുടങ്ങിയവർ ഉപഹാരങ്ങൾ നൽകി. കാഞ്ഞിരമറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ആറാട്ടോടെ സമാപിച്ചു. വൈകിട്ട് കാഴ്ചശ്രീ ബലിയും കാഞ്ഞിരമറ്റം ശ്രീകുട്ടന്മാരാരും സംഘവും സ്പെഷ്യൽ പഞ്ചവാദ്യവും അവതരിപ്പിച്ചു. അതിനുശേഷം വടക്കടം സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച സംഗീത സദസ് ഏറെ ആസ്വാദികരമായിരുന്നു. ആറാട്ടിന് ശേഷം അമ്പലം ജംഗ്ഷനിൽ NSS കരയോഗം വക സ്വീകരണവും കലാലയം അനിലും കലാലയം കലാധരണം സംഘവും അവതരിപ്പിച്ച ഇരട്ടത്തായമ്പകയും നടന്നു. ഇനി നോമ്പുകാലത്തിലൂടെ BBC-യുടെ കാൽവരിയുടെ സന്ദേശമാണ് ഇനി. യേശുവിൽ ഏറ്റവും അധികം സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് ദാഹം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് കാൽവരി മലയിൽ കുരിശിൽ കിടന്നുകൊണ്ട് ദൈവവും മനുഷ്യനുമായ യേശുക്രിസ്തു പറഞ്ഞു വെച്ചു, എനിക്ക് ദാഹിക്കുന്നു. ഭൂമിയിൽ വെള്ളമില്ലാത്തത് കൊണ്ടോ
തൊണ്ടയിൽ ജലാംശം നഷ്ടപ്പെട്ടതുകൊണ്ടുമല്ല, മറിച്ച് പഴയ നിയമത്തിന്റെ പൂർത്തീകരണത്തിനു വേണ്ടിയിട്ടാണ്. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ഒരു ദാഹം, പഴയ നിയമത്തിന്റെ പൂർത്തീകരണമായ പുതിയ നിയമവും പുതിയ നിയമത്തിന്റെ അന്തസത്ത കുടികൊള്ളുന്ന യേശുക്രിസ്തുവിന്റെ ജീവിതവുമാണ് ഇവിടെ നാം കാണുന്നത്. യേശുവിന്റെ പരസ്യജീവിതം ആരംഭിച്ചത് കാനായിലെ അത്ഭുതത്തിലൂടെയാണ്. വെള്ളം നല്ല വീഞ്ഞാക്കി മാറ്റി. ഈ പരസ്യജീവിതത്തിന്റെ പൂർത്തീകരണം നമ്മൾ കാണുന്നത് കുരിശിൽ കിടന്നുകൊണ്ട് കൈപ്പേറിയ വീഞ്ഞ് രുചിച്ചു നോക്കിയ യേശുവിന്റെ അവസാനത്തെ ജീവിത സന്ദർഭങ്ങൾ. എന്തുകൊണ്ട് ജീവന്റെ ഉറവിടമായ യേശുവിന് ഇങ്ങനെ ദാഹിച്ചു? മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ഒരു ദാഹമായിരുന്നു. നിങ്ങൾക്കും ദാഹിക്കുന്നില്ലേ? യേശു പറയുന്നു, എന്റെ അടുക്കലേക്ക് വരുവിൻ, നിങ്ങൾക്ക് ജീവന്റെ ജലം തരാമെന്ന്. തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി നിറവേറ്റുവാനുള്ള ഒരു ദാഹം നമ്മുടെ ഹൃദയത്തിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ കുടുംബനാഥന്മാരായിരിക്കാം, നാഥയായിരിക്കാം, മക്കളായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ. ദൈവം അവനവനെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അതിന്റെ പരിപൂർണതയിൽ നടത്തി തീർക്കുവാനുള്ള ഒരു ദാഹം, ഇതാണ് യേശു ആഗ്രഹിച്ച ദാഹം. ഈ നോമ്പുകാലത്ത് എല്ലാവർക്കും ഉള്ളിലുള്ള ഈ ദാഹത്തെ ഒന്നും കൂടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സ്നേഹിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പറയൻചാലിൽ ജുവല്ലേഴ്സ്, ജ്യോതി ബസാർ, തൊടുപുഴ. സ്വർണം ഗ്രാമിന് 2735 രൂപ, വെള്ളി ഗ്രാമിന് 46 രൂപ. റബ്ബർ വില നിലവാരം. റബ്ബർ RSS 4 കിലോഗ്രാമിന് 151 രൂപ. റബ്ബർ RSS 5 കിലോഗ്രാമിന് 141 രൂപ. ഇന്നത്തെ താപനില. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് ലോക വനിതാ ദിനം. വനിതാ ദിനത്തോടനുബന്ധിച്ച് ജില്ലയിൽ വിവിധ പരിപാടികൾ നടന്നു. വിദ്യാർത്ഥികൾ പരീക്ഷാ ചൂടിലേക്ക്. SSLC, +2 പരീക്ഷകൾ ആരംഭിച്ചു. ജില്ലയിൽ 13,000-ഓളം കുട്ടികൾ ഈ വർഷം SSLC പരീക്ഷ എഴുതുന്നു. അരിയുടെ വില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ സഹകരണ ബാങ്കുകൾ വഴി ആരംഭിച്ച അരിക്കടകൾ തൊടുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ചു. സംസ്ഥാന പോളിയോ കലോത്സവമായ സമന്വയ 2017 വർണ്ണാഭമായ തുടക്കം. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് MP ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കുന്നം വില്ലേജിൽ ഒറ്റല്ലൂർ കരികിലം തോടിനു കുറുകെ മൈനർ ഇറിഗേഷൻ വകുപ്പ് നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെ മറവിൽ സ്വകാര്യ വ്യക്തി തോട് കയ്യേറി സ്ഥലം കൈവശപ്പെടുത്താൻ നീക്കം നടത്തുന്നതായി സ്ഥലവാസികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.